മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഇനി വിരമിക്കും എന്നൊരു വാർത്ത ഇപ്പോൾ എല്ലായിടത്തും നിൽക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ വശം അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പലരും ചിന്തിക്കാതെയും പറയാതെയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അദ്ദേഹത്തിന് പകരക്കാരനെ തപ്പി തുടങ്ങിയിരിക്കുകയാണ് പലരും. സഞ്ജുവിൻ്റെ പേര് എവിടെയൊക്കെ കുത്തിച്ചേർക്കാൻ സാധിക്കുമോ അവിടെയെല്ലാം കുത്തിച്ചേർത്ത് അദ്ദേഹത്തിന് വേണ്ടതുള്ള വെറുപ്പ് അദ്ദേഹത്തിൻ്റെ ആരാധകർ ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിനെ വെറുപ്പിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരാധകർ കാരണമാണ് ഇത്രയും അധികം ഒരു ഹെയ്റ്റ് സഞ്ജുവിന് വരുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റും ഇല്ല എന്നതാണ് വാസ്തവം. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഏകദിനത്തിൽ നിന്നും ഉടൻ വിരമിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് പരിശീലകനായ സിതാൻഷു കോട്ടക് എത്തുന്നുണ്ട്. കാർഡിഫിൽ നടന്ന രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടതിനെ തുടർന്ന് ജൂലൈ 19 ലോർഡ്സിൽ നടക്കുന്ന മൂന്നാം ഏകദിനത്തിൽ രോഹിത്തിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുന്ന താരത്തിന്റെ വിവിധ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും യാതൊരു അടിസ്ഥാനവുമില്ലാത്തതാണെന്ന് കോട്ടക് ഇപ്പോൾ വ്യക്തമാക്കി. സഞ്ജു ആരാധകർ അങ്ങനെ മനക്കോട്ട കാണണ്ട, അങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് നിങ്ങളുടെ താരത്തിന് കൂടുതൽ വഴിവെച്ചു കൊടുക്കണ്ട. ആവശ്യമില്ലാത്ത പ്രശ്നം സഞ്ജുവിന്റെ ആരാധകരാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും പറയുന്നു. ഇത്തരത്തിൽ സഞ്ജുവിന്റെ ആരാധകർ കാരണം സഞ്ജുവിന് മതിയായ ഹെയ്റ്റ് ആണ് ലഭിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇംഗ്ലണ്ട് പരമ്പരയിൽ രോഹിത്തിന്റെ പ്രകടനം മികച്ചതായതിനാൽ തന്നെ യശസ്വി ജയ്സ്വാളാണോ ഇഷാൻ കിഷനാണോ ഓപ്പണറായി പരിഗണിക്കുമോ എന്ന ചോദ്യം കേട്ട് കോട്ടക് മറുപടി നൽകിയിരുന്നു. 2 ഇന്നിംഗ്സുകളിലെ പ്രകടനം മാത്രം വിലയിരുത്തി ഒരു താരത്തെ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കില്ല. അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കണം. രോഹിത്തിനെ പോലുള്ള പരിചയസമ്പന്നനായ ബാറ്റർ ഒരിക്കലും സമ്മർദ്ദത്തിലാകില്ലെന്നും അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാം ഏകദിനത്തിൽ രോഹിത് റണ്ണ് കണ്ടെത്താൻ ബുദ്ധിമുട്ടിയെങ്കിലും അത് വലിയ പ്രശ്നമായി കാണേണ്ട കാര്യമല്ലെന്നും ലോർഡ്സിൽ നടക്കുന്ന നിർണായക മത്സരത്തിൽ അദ്ദേഹത്തിൽ നിന്നും മികച്ച ഇന്നിംഗ്സ് പ്രതീക്ഷിക്കാമെന്നും കോട്ടക് പറഞ്ഞു. ഒരു ദിവസത്തെ പ്രകടനം മാത്രം കൊണ്ട് നോക്കി ഒരു താരത്തിന്റെ നിലവാരം വിലയിരുത്തുന്നത് ശരിയല്ലെന്നും പല മികച്ച ബാറ്റർമാർക്കും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിനെതിരായ നിലവിലെ പരമ്പരയിൽ രോഹിത് ശർമ്മയ്ക്ക് തിളങ്ങാനായിട്ടില്ല എന്ന് മാത്രമല്ല, എഡ്ജ് ബാറ്റ്സിനിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ 21 പന്തിൽ 11 റൺസാണ് അദ്ദേഹം നേടിയത്. കാർഡിഫിൽ നടന്ന രണ്ടാം മത്സരത്തിൽ 47 പന്തിൽ നേരിട്ടെങ്കിലും 27 റൺസിൽ പുറത്തായി. മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം വേഗം കുറഞ്ഞ ഇന്നിംഗ്സ് ആയിരുന്നു രോഹിത് കളിച്ചത്. ഇതോടെയാണ് രോഹിത് ശർമ്മയുടെ വിരമിക്കലിനെ കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നത്. അതേസമയം 2027 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് രോഹിത് ശർമ്മയെ പരിഗണിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അവിടെയും സഞ്ജുവിന്റെ പേര് ഉയർന്നു കേൾക്കാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ആരെങ്കിലും ഒഴിയാൻ കാത്തിരിക്കുകയാണ് സഞ്ജുവിന്റെ ആരാധകർക്ക് സഞ്ജുവിനെ അവിടെ കുത്തിച്ചേർക്കാൻ. ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തിന് മതിയായ ഹേറ്റ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.